അക്കൗണ്ടൻസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ക്യാഷ് ബുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ക്യാഷ് ബുക്ക് ഈസ് എ സ്പെഷ്യൽ ജേണൽ മെയിൻറ്റെയിൻ ഫോർ റെക്കോർഡിംഗ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ജേണലാണ് ക്യാഷ് ബുക്ക്. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ജേണൽ എന്നുള്ളത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ക്യാഷ് ബുക്ക് ഈസ് ബേസിക്കലി എ ജേണൽ ബട്ട് റൂൾഡ് ലൈക്ക് ആൻ അക്കൗണ്ട്. ബേസിക്കലി ക്യാഷ് ബുക്ക് ഒരു ജേണലാണ്, പക്ഷേ ക്യാഷ് ബുക്ക് റൂൾഡ് ലൈക്ക് ആൻ അക്കൗണ്ട്, ഒരു അക്കൗണ്ട് ഫോർമാറ്റിലാണ് അതുള്ളത്. സോ ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് എ ജേണൽ ആസ് വെൽ ആസ് എ ലെഡ്ജർ. ഡാഷ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്സിഡിയറി ബുക്ക്. ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്സിഡിയറി ബുക്ക്. അടുത്തത് കോൺട്രാ എൻട്രി എന്താണെന്നുള്ളത് നോക്കാം. If the debit aspect and credit aspect of a transaction is recorded in the cash book itself is called contra entry. അതായത് ആ ക്യാഷ് ബുക്കിൽ തന്നെ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കാണിക്കുന്നുണ്ടെങ്കിൽ ആ എൻട്രിയെ നമ്മൾ പറയുന്നതാണ് കോൺട്രാ എൻട്രി. ഫോർ എക്സാമ്പിൾ, ഡെപ്പോസിറ്റ് ഓഫ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസാക്ഷനിൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്നാണ്. നമ്മുടെ കയ്യിലിരുന്ന കുറച്ച് എമൗണ്ട് നമ്മൾ ബാങ്കിൽ കൊണ്ടിടുമ്പം നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കൂടി, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കുറയുകയും ചെയ്തു. അറ്റ് എ ടൈമിൽ എമൗണ്ട് കൂടുകയും ചെയ്തിട്ടുണ്ട്, കുറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു റെസിപ്റ്റ് ആണോ അല്ലെങ്കിൽ ഒരു പേയ്മെൻ്റ് ആണോ എന്ന് മാത്രം നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല. രണ്ട് കാര്യവും ഇവിടെ നടന്നിട്ടുണ്ട് ഇല്ലേ. ബാങ്കിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കൂടി, അപ്പോൾ അത് റെസിപ്റ്റായിട്ട് നമുക്ക് കണക്കാക്കാം. ബാങ്കിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് കുറഞ്ഞു, അപ്പോൾ അത് പേയ്മെൻറ്റ് സൈഡിലും കാണിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ വരുന്നത് കൊണ്ട് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റിലും ക്രെഡിറ്റിലും ഇതിൻ്റെ എൻട്രി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എൻട്രീസിനെയാണ് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഡെപ്പോസിറ്റ് ഓഫ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്ന് പറയുന്നത് ഒരു കോൺട്രാ എൻട്രിയാണ്. അതുപോലെ തന്നെ വിഡ്രോവൽ ഓഫ് ക്യാഷ് ഫ്രം ബാങ്ക് എന്ന് പറയുന്നതും കോൺട്രാ എൻട്രിക്ക് ഉദാഹരണമാണ്. കോൺട്രാ എൻട്രിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ സി ആണ്. അത് റെക്കോർഡ് ചെയ്യുന്നത് ലെഡ്ജർ ഫോളിയോ കോളത്തിലാണ്. ഡെപ്പോസിറ്റ് ഓഫ് ക്യാഷ് ഇൻ ടു ബാങ്ക് ഈസ് എ ഡാഷ്. ഇപ്പം നമ്മൾ പറഞ്ഞതാണ് ഡെപ്പോസിറ്റ് ഓഫ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്ന് പറയുന്നത് കോൺട്രാ എൻട്രി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് റിസീവ്ഡ് ഈസ് ട്രീറ്റഡ് ആസ് ഡാഷ്. ചെക്ക് റിസീവ്ഡ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാഷ്. ചെക്ക് റിസീവ് ചെയ്തത് ക്യാഷ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെക്ക് കിട്ടിയ അന്നേ ദിവസം നമ്മളത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് കോളത്തിൽ കാണിക്കണം. ഇനി ചെക്ക് കിട്ടിയിട്ട് അന്നേ ദിവസം നമ്മളത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തില്ല, 2 days കഴിഞ്ഞിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ക്യാഷ് കോളത്തിലുമാണ് കാണിക്കേണ്ടത്. ഡിസ്കൗണ്ട് കോളം ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ 3 column ക്യാഷ് ബുക്ക് റെക്കോർഡ്സ് ഡാഷ് ഡിസ്കൗണ്ട് അലൗഡ്. നമുക്കറിയാം ക്യാഷ് ബുക്ക് പ്രധാനമായും 3 ടൈപ്സ് ഉണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് 3 column ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഒരു എമൗണ്ട് കോളമേ ഉണ്ടാവുകയുള്ളൂ. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസും ക്യാഷ് കോളത്തിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ 2 എമൗണ്ട് കോളം ഉണ്ടാവും. ഒന്ന് ക്യാഷ് റെക്കോർഡിങ്സിനായിട്ടുള്ളതും മറ്റൊന്ന് ബാങ്ക് റെക്കോർഡിങ്സും. 3 column ക്യാഷ് ബുക്കിൽ 3 എമൗണ്ട് കോളമാണുള്ളത്: ക്യാഷ് റെക്കോർഡിങ്സ്, ബാങ്ക് റെക്കോർഡിങ്സ് ആൻഡ് ഡിസ്കൗണ്ട്. ഡെബിറ്റ് സൈഡിലെ ഡിസ്കൗണ്ട് കോളം ഡിസ്കൗണ്ട് അലൗഡും ക്രെഡിറ്റ് സൈഡിലെ ഡിസ്കൗണ്ട് കോളം ഡിസ്കൗണ്ട് റിസീവ്ഡുമാണ് 3 column ക്യാഷ് ബുക്കിൽ കാണിക്കുന്നത്. 3 column ക്യാഷ് ബുക്ക് റെക്കോർഡ്സ് ഡാഷ് ഡിസ്കൗണ്ട്. 3 column ക്യാഷ് ബുക്ക് റെക്കോർഡ്സ് ക്യാഷ് ഡിസ്കൗണ്ട്. The discount column of the 3 column cash book is totaled, but the bank and cash column are balanced. 3 column cash ബുക്കിലെ ഡിസ്കൗണ്ട് കോളം ടോട്ടൽ ചെയ്താണ് എടുക്കുന്നത്, എന്നാൽ ബാങ്ക് ആൻഡ് ക്യാഷ് കോളം ബാലൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെറ്റി ക്യാഷ് ബുക്ക് റെക്കോർഡ്സ് ഡാഷ്. പെറ്റി ക്യാഷ് ബുക്ക് റെക്കോർഡ്സ് പെറ്റി പേയ്മെൻറ്റ്സ്. സ്മോൾ പേയ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാമിന് ഓപ്ഷനിൽ സ്മോൾ പേയ്മെൻറ്റ്സും സ്മോൾ എക്സ്പെൻസസും ഉണ്ടാവും. നമ്മുടെ ആൻസർ സ്മോൾ പേയ്മെൻറ്റ്സ് ആണ്. പെറ്റി ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് സ്മോൾ പേയ്മെൻറ്റ്സ് ആണ്, സ്മോൾ എക്സ്പെൻസസ് അല്ല. പെറ്റി ക്യാഷ്യർ യൂഷ്വലി വർക്ക്സ് അണ്ടർ ഡാഷ് സിസ്റ്റം, ഇംപ്രസ്ഡ് സിസ്റ്റം. പെറ്റി ക്യാഷ്യർ മെയിൻ ക്യാഷ്യറുടെ
അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. മെയിൻ ക്യാഷ്യർ ഒരു പർട്ടിക്കുലർ എമൗണ്ട് പെറ്റി ക്യാഷ്യർക്ക് നൽകുന്നു ഈ സ്മോൾ പേയ്മെൻറ്റ്സ് ഒക്കെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് പീരിയോഡിക്കലി ആണ് ആ ഒരു എമൗണ്ട് മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് നൽകുന്നത്. ആ ഒരു ടൈം കഴിയുമ്പം ആ ചിലവായ തുക വീണ്ടും മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് റീഇംബേഴ്സ് ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റത്തിനെയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് നൽകുന്ന ഈ ഒരു തുകയെ ഇംപ്രസ്ഡ് അഥവാ ക്യാഷ് ഫ്ലോട്ട് എന്ന് വിളിക്കുന്നു. പെറ്റി ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ഈസ് ഡാഷ്. പെറ്റി ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ഈസ് ആൻ അസറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് 100 രൂപയാണ് കൊടുത്തതെന്ന് അസ്യൂം ചെയ്യുക. ആ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞപ്പോൾ പെറ്റി ക്യാഷ്യറുടെ കയ്യിൽ 50 രൂപ മിച്ചം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ 50 രൂപ എന്ന് പറയുന്നത് അസറ്റാണ്. സോ പെറ്റി ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ഈസ് ആൻ അസറ്റ്. ഇനി നമുക്ക് ക്യാഷ് ബുക്ക് ഒഴികെയുള്ള മറ്റ് സ്പെഷ്യൽ ജേർണൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, പ്ലസ് ഇതിൻ്റെ കൂടെ ക്യാഷ് ബുക്കും കൂടെ വരുന്നതാണ് 7 ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ജേർണൽസ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മാത്രം രേഖപ്പെടുത്തുന്ന സ്പെഷ്യൽ ജേർണലാണ് പർച്ചേസ് ഡേ ബുക്ക്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് രേഖപ്പെടുത്തുന്ന സ്പെഷ്യൽ ജേർണലാണ് പർച്ചേസ് ഡേ ബുക്ക്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് അറിയപ്പെടുന്നത് ഇൻവോയ്സ് എന്നാണ്. ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് മാത്രം രേഖപ്പെടുത്തുന്ന സ്പെഷ്യൽ ജേർണലാണ് സെയിൽസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ക്രെഡിറ്റിൽ സെയിൽ നടത്തിയ ഗുഡ്സിൻ്റെ മാത്രം രേഖപ്പെടുത്തുന്ന സ്പെഷ്യൽ ജേർണലാണ് സെയിൽസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഇവിടെ ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റോ അല്ലെങ്കിൽ ക്യാഷ് സെയിൽ ഓഫ് ഗുഡ്സ് ഒന്നും രേഖപ്പെടുത്തുന്നില്ല. ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് മാത്രമാണ് സെയിൽസ് ഡേ ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കോപ്പി ഓഫ് ഇൻവോയ്സ് ആണ്. ക്രെഡിറ്റ് സെയിലിലൂടെ വിറ്റ സാധനങ്ങൾ റിട്ടേൺ ലഭിക്കുമ്പോൾ അത് രേഖപ്പെടുത്തുന്ന സ്പെഷ്യൽ ജേർണലാണ് സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് എന്ന് പറയുന്നത്. സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ടാണ്. ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സെല്ലറാണ്. സെല്ലർ അഥവാ സപ്ലയർ അല്ലെങ്കിൽ ക്രെഡിറ്റർ. ക്രെഡിറ്റ് പർച്ചേസിലൂടെ വാങ്ങിയ സാധനങ്ങൾ റിട്ടേൺ ചെയ്യുമ്പോൾ അത് രേഖപ്പെടുത്തുന്ന സ്പെഷ്യൽ ജേർണലാണ് പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക് എന്ന് പറയുന്നത്. പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ഡെബിറ്റ് നോട്ടാണ്. ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ബയ്യർ അഥവാ പർച്ചേസർ അഥവാ കസ്റ്റമർ അല്ലെങ്കിൽ ഡെറ്ററാണ്. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റാണ്. ബില്ല് മാറി നമുക്ക് എമൗണ്ട് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. സോ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് കറണ്ട് അസറ്റും ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ളതാണ്. സോ ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ഈസ് ഓൾസോ കോൾഡ് പർച്ചേസ് ലെഡ്ജർ. ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിനെ പർച്ചേസ് ലെഡ്ജർ എന്നും പറയുന്നു. Debtors ledger is also called sales ledger. Debit balance of cash book indicates deposit. Credit balance of cash book indicates overdraft. Debit balance of passbook indicates overdraft. Credit balance of passbook indicates deposit. Debit balance of bank account indicates deposit. Credit balance of bank account indicates overdraft. Bank reconciliation statement is prepared by dash. Bank reconciliation statement is prepared by the customer or the account holder. എന്താണ് ബാങ്ക് റീകോൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ഫോർ അനലൈസിങ് ദ റീസൺസ് ഫോർ ദ ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. അതായത് ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ ഡിസഗ്രിമെൻറ്റ് വരുമ്പോൾ അതിൻ്റെ റീസൺ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്ക് റീകോൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമർ ഓർ ദി അക്കൗണ്ട് ഹോൾഡർ ആണ്. ബാങ്ക് റീകോൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഡാഷ്. ബാങ്ക് റീകോൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് എനി ടൈം. ഇനി നമുക്ക് ട്രയൽ ബാലൻസ് ആൻഡ് എറേഴ്സ് ഇൻ അക്കൗണ്ടിങ് എന്നുള്ള ഭാഗം നോക്കാം. ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ഫോർ ചെക്കിംഗ് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ട്രയൽ ബാലൻസ് 2 മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാം. ടോട്ടൽ മെത്തേഡും ബാലൻസ് മെത്തേഡും.
ടോട്ടൽ മെത്തേഡിൽ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഡെബിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ട് കോളവും ടോട്ടൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് ഗ്രോസ് ട്രയൽ ബാലൻസ്. എന്നാൽ ബാലൻസ് മെത്തേഡിൽ അക്കൗണ്ട് ബാലൻസസ് വെച്ചിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും കൂട്ടിയെടുക്കുകയല്ല ചെയ്യുന്നത്. അക്കൗണ്ട് ബാലൻസസ് വെച്ചിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ബാലൻസ് മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് നെറ്റ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ രണ്ട് എമൗണ്ട് കോളങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസം രേഖപ്പെടുത്തുന്ന ഒരു താൽക്കാലിക അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട്. ഈ സസ്പെൻസ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. സസ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലുമാണ് കാണിക്കേണ്ടത്. അടുത്തതാണ് എറേഴ്സ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എറേഴ്സിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ക്ലറിക്കൽ എറേഴ്സ് ആൻഡ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ക്ലറിക്കൽ എറേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമിഷൻ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തോ ബാലൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടാതെ പോകുന്നു. കംപ്ലീറ്റ് ആയിട്ടും ആവാം അല്ലെങ്കിൽ പാർഷ്യലി ആവാം. ഇത് രണ്ടും എറേഴ്സ് ഓഫ് ഒമിഷനാണ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എറർ മറ്റൊരു എററുമായിട്ട് കൗണ്ടർ ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആണ്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനെയാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ നേരെ തിരിച്ചും റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുക. ഇതൊക്കെ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളിന് ഉദാഹരണമാണ്. അക്കൗണ്ടൻസിയുടെ മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്